ഹായ് ഓൾ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇന്ന് ടെക് മലയാളത്തിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയ ഫോണിനെ കുറിച്ചാണ്. അതായത് ഞാൻ 2 എപ്പിസോഡ് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാംസങ് ഗാലക്സി A51 എന്ന് പറഞ്ഞ ഒരു മോഡലിനെ കുറിച്ച്. ഇന്നും ഞാൻ സാംസങ്ങിൻ്റെ ഒരു ഫോൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ മോഡൽ സാംസങ് ഗാലക്സി A71 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു സാംസങ് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരാളാണെങ്കിൽ അവരെപ്പോഴായാലും ഒരു പുതിയ ഫോൺ ഇനി വാങ്ങിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അധികവും സാംസങ് തന്നെയാണ് പ്രിഫർ ചെയ്യാറ്. ഇപ്പോൾ അങ്ങനെ ഒരാളെടുത്ത് നമ്മൾ ചെന്ന് നമുക്കൊരു പുതിയ ഫോൺ വാങ്ങിക്കണം, അപ്പോൾ ഏത് ഫോണാണ് നല്ലത് എന്നുള്ളത് നമ്മളൊരു സജഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും അവരും നമുക്ക് പറഞ്ഞു തരുന്നത് അധികവും സാംസങ്ങിൻ്റെ ഫോൺസ് ആയിരിക്കും. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ്, അതായത് ഇപ്പം നമ്മൾ ഷവോമി, അതുപോലെ തന്നെ റിയൽമി, അങ്ങനെ ഒരുപാട് ഫോൺസ്, ഒരുപാട് ബ്രാൻഡുകൾ പുതിയ ഫോൺസ് ഇറക്കുന്നുണ്ട്. പുതിയ ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഫോൺസ് ഇറക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സാംസങ് ആണ് മിക്ക ആളുകളും പ്രിഫർ ചെയ്യാറ്. അതെന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്ത ആളുകൾക്ക് തന്നെ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലായിരിക്കും. അപ്പോൾ ഈ ഒരു മോഡലിനെ കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം. കൂടുതലായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. 6.7 ഇഞ്ചസ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. കോണിക് ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ആണ് ഈ ഫോണിനുള്ളത്. ആൻഡ്രോയിഡ് 10 ആണ് ഇതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രോസസ്സർ വരുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730 ആണ്. ഇതിന് തൊട്ട് മുൻപ് ഇറങ്ങിയ മോഡലിൽ നമ്മൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ പ്രോസസ്സറിലാണ് ആ ഒരു മാറ്റം വരുന്നത്. അഡ്രീനോ 618 ആണ് GPU വരുന്നത്. 6GB റാം 128GB 8GB റാം 128GB ഇന്റേണൽ മെമ്മറി വരുന്നത്. ക്വാഡ് ക്യാമറയാണ് ഈ മോഡലിനുള്ളത്. 64 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ഡെഡിക്കേറ്റഡ് മാക്രോ ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ തന്നെ ഡെപ്ത് സെൻസറും. സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. ടൈപ്പ് C പോർട്ടാണ് ഈ ഫോണിന് വരുന്നത്. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. 4500 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 25 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഈ ഫോണിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് പ്രിസം, ക്രഷ് ബ്ലാക്ക്, ബ്ലൂ ആൻഡ് പിങ്ക് ആണ്. ഇതിന് തൊട്ട് മുൻപ് ഇറങ്ങിയ A51 എന്ന് പറഞ്ഞ മോഡലിൽ വൈറ്റ് കളറിൽ ഫോൺ വരുന്നുണ്ട്. എന്നാൽ A71 സിൽവർ കളറിലാണ് വരുന്നത്. ബാക്കി എല്ലാ കളേഴ്സും സെയിം തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 29,990 റുപ്പീസ് മുതലാണ്. ഇതിൽ ആ ഒരു മെമ്മറി വാരിയൻസിനനുസരിച്ച് പ്രൈസിലും വ്യത്യാസം വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഈ ഒരു A സീരീസിൽ വരുന്ന ഫോൺസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു സീരീസാണ്. അതായത് ആ ഫോൺസൊക്കെ തന്നെ വളരെ പോപ്പുലറാണ് ഒരു A സീരീസിൽ വരുന്ന ഫോൺസ്. അതിൻ്റെ തന്നെ ചില മോഡൽസിൻ്റെയൊക്കെ ലൈറ്റ് വേർഷൻസും ഉണ്ട്. അതായത് കുറച്ചും കൂടെ പ്രൈസ് കുറഞ്ഞ ഒരു മോഡൽ. നമ്മൾ A സീരീസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു റേറ്റുള്ള വേർഷൻസ് ആയിരിക്കും. എന്നാലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മോഡൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ, അതായത് A51 എന്ന് പറഞ്ഞ മോഡലും A71 എന്ന് പറഞ്ഞ മോഡലും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസൈനിങ്ങിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ A71 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ കുറച്ചും കൂടെ സൈസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും എന്നുള്ള വ്യത്യാസമുണ്ട്. പിന്നെ പ്രോസസ്സറിൽ മെയിനായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. ക്യാമറയിലാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയല്ല, ബാക്ക് ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ A51 48 മെഗാ പിക്സലാണ്. ഇതിൽ വരുന്നത് 64 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ചെറിയ വ്യത്യാസം തന്നെയേ ഉള്ളൂ. പക്ഷേ സാംസങ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കിടിലൻ ഫോണായിരിക്കും ഇത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നമുക്കത് ഈ മന്താണ് അത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട്, നല്ലൊരു ടെക് ന്യൂസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.